അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, എന്താ എല്ലാവരും എന്നെ തന്നെ അങ്ങനെ വല്ലാതെ നോക്കുന്നത്? ഓ, എൻ്റെ കഥ കേൾക്കാനുള്ള പൂതി കൊണ്ടാവില്ലേ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാം ഒരു വിജനമായ വഴിയിലൂടെ ഏകനായി നടക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി. ഓ ഈസാ നബിയെ, ഞാനും പോരട്ടെ അങ്ങയോടൊപ്പം? ഈസാ നബി അലൈഹി സ്വലാം സമ്മതിച്ചു. അങ്ങനെ അവർ ഇരുവരും നടന്ന് നടന്ന് ഒരു പുഴക്കരയിലെത്തി. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇനി നമുക്ക് അല്പം വിശ്രമിക്കാം. അങ്ങനെ അവർ പുഴക്കരക്കടുത്തുള്ള ഒരു മരച്ചുവട്ടിലിരുന്നു. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി അഴിച്ചു. അതിൽ 3 പത്തിരി ഉണ്ടായിരുന്നു. ഒന്ന് ഈസാ നബിയും ഒന്ന് സഹയാത്രികനും നൽകി. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം ബാക്കി വന്ന ഒരു പത്തിരി അതിൽ തന്നെ വെച്ച് വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് ഇറങ്ങി. തിരിച്ചു വന്നപ്പോഴല്ലേ സംഭവം, ആ പത്തിരി കാണാനില്ല. ഈസാ നബി അലൈഹി സ്വലാം അയാളോട് ചോദിച്ചു, ഓ സുഹൃത്തെ, നീയാണോ ആ പത്തിരി കഴിച്ചത്? അവൻ പറഞ്ഞു, ഞാനല്ലേ നബിയെ. ഈസാ നബി അലൈഹി സ്വലാം ഒന്നും മിണ്ടിയില്ല. അവർ വീണ്ടും നടത്തം തുടർന്നു. നടന്ന് നടന്നൊരു വനത്തിലെത്തി. അവിടെ ധാരാളം മാനുകൾ ഉണ്ടായിരുന്നു. അവരിരുവരും കൂടി ഒരു മാനിനെ പിടിച്ചറുത്ത് പാകമാക്കി ഭക്ഷിച്ചു. ശേഷം ആ മാൻ്റെ എല്ലും തോലുമെല്ലാം ഒരുമിച്ച് കൂട്ടി ഈസാ നബി അലൈഹി സ്വലാം അതിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി നീ ഒരു മാനായി മാറുക. അത്ഭുതം, അത്യത്ഭുതം! അതാ ആ എല്ലുകളും തോലുമെല്ലാം ഒരു മാനായിരിക്കുന്നു. എന്നിട്ട് അത് ഈസാ നബി അലൈഹി സ്വലാമിനെ നന്ദിയോടെ നോക്കി കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന അയാളോട് നബി ചോദിച്ചു, ഈ ദൃഷ്ടാന്തം കാട്ടിത്തന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ആരാണ് ആ പത്തിരി കട്ടത്? ഞാനല്ല നബിയെ. അയാൾ വീണ്ടും പഴയ പല്ലവി തന്നെ. നബി ഒന്നും മിണ്ടിയില്ല. അവർ വീണ്ടും നടത്തം തുടർന്നു. നടന്ന് നടന്ന് അവരൊരു മരുഭൂമിയിലെത്തി. അവിടുന്ന് നബി എന്ത് ചെയ്തെന്നോ, അല്പം മണ്ണെടുത്ത് ഒരു മൺകൂന ഉണ്ടാക്കി. എന്നിട്ട് അതിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി നീ ഒരു സ്വർണ്ണക്കൂനയാവുക. അത്ഭുതം, അത്യത്ഭുതം! അതാ ആ മൺകൂന ഒരു സ്വർണ്ണക്കൂനയായി മാറി. എന്നിട്ട് ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന അയാളോട് നബി ചോദിച്ചു, ഈ ദൃഷ്ടാന്തം കാട്ടിത്തന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ആരാണ് ആ പത്തിരി കട്ടത്? ഞാനല്ല നബിയെ. അയാൾ വീണ്ടും പഴയ പല്ലവി തന്നെ. നബി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, ഇത് നമുക്ക് 3 ഭാഗമാക്കി വീതിക്കാം. ഒന്ന് എനിക്കും ഒന്ന് നിനക്കും, ഒന്നാ പത്തിരി കട്ട കള്ളനും. അപ്പോഴല്ലേ രസം. അത്യാഗ്രഹം വരുന്ന ഓരോ വഴിയെ അയാൾ പറയാ, ഞാനാണ് ആ പത്തിരി കട്ടത് നബിയെ. നബി ഒന്നും മിണ്ടിയില്ല. അല്പനേരത്തിന് ശേഷം നബി പറഞ്ഞു, ഇത് മുഴുവനും നീ തന്നെ എടുത്തോ. എന്നിട്ട് നബി അവിടുന്ന് യാത്രയായി. നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സ്വർണ്ണക്കൂനയും കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അതുവഴി 2 യാത്രികർ വന്നത്. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണക്കൂനയും അതിനടുത്തിരിക്കുന്ന ആളെയും കണ്ടപ്പോൾ അവർ കാര്യം അന്വേഷിച്ചു. ഇയാൾ അവർക്ക് നടന്ന കാര്യം മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് നമുക്ക് 3 പേർക്കും വീതിച്ചെടുക്കാം. അപ്പോൾ വന്നവരിൽ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് 3 പേർക്കും നന്ന വിശക്കുന്നുണ്ട്, ഞാൻ പോയി അല്പം ഭക്ഷണം വാങ്ങി വരാം. അങ്ങനെ അയാൾ ചന്തയിലേക്ക് നീങ്ങി. വഴിയിൽ അയാൾ ചിന്തിച്ചു, ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്താൽ ആ സ്വർണ്ണക്കൂന മുഴുവനും എനിക്ക് സ്വന്തമാക്കാം. ഇതേ സമയം മറ്റു 2 പേർ അവിടെ ഗൂഢാലോചനയിലായിരുന്നു. അയാൾ ഭക്ഷണം കൊടുന്ന് വെക്കാൻ നേരത്ത് അയാളുടെ കഴുത്തിലേക്ക് വെട്ടി അയാളെ കൊന്ന് ആ സ്വർണം അവർക്ക് 2 പേർക്കും വീതിച്ചെടുക്കാനുള്ള ചിന്തയിലായിരുന്നു അവർ. എന്നിട്ട് അവർ വാളും പിടിച്ച് തലയിലേക്ക് വെട്ടാനായി ഒരുങ്ങി നിന്നു. എന്നിട്ട് അയാൾ ഭക്ഷണമായി വന്ന് അവിടെ വെക്കാൻ നേരത്ത് അയാൾ ഒറ്റ വെട്ട്. അയാളുടെ കഥയും കഴിഞ്ഞു. എന്നിട്ട് ഭക്ഷണം കഴിച്ച് സ്വർണം വീതിക്കാമെന്ന് കരുതി ഭക്ഷണം കഴിച്ച് അവർ വിഷം കഴിച്ചു മരിച്ചു. കാലചക്രം തിരിഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈസാ നബിയും അനുയായികളും അതുവഴി വന്നു.
അപ്പോൾ അനുയായികൾ ചോദിച്ചു ഈസാ നബിയോട്, നബിയെ എന്താണത്? അപ്പോൾ നബി പറഞ്ഞു, അവിടെ 3 അസ്ഥികൂടവും സ്വർണ്ണക്കൂനയും ഉണ്ടായിരുന്നു. അപ്പോൾ നബി പറഞ്ഞു, ഇവർക്ക് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി പറഞ്ഞു, ഇതാണ് അത്യാഗ്രഹത്തിന്റെ അനന്തരഫലം. ഇത് തന്നെയാണ് നമ്മുടെ കഥയുടെ ഗുണപാഠവും. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.